അപ്പോൾ സായനയാത്രയിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തുളുനാടിൻ്റെ ഭക്ഷണ പെരുമയിലേക്കാണ്. ദേശീയപാതയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കേരള കർണാടക അതിർത്തിയിൽ കേരളത്തിലെ അവസാനത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള കർണാടക അതിർത്തിയിലെ DTPCയുടെ വിശ്രമശാലയാണ്. അവിടെ മുറികളുണ്ട്, ഭക്ഷണമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമുണ്ട്. മാത്രവുമല്ല ഈ ഹാർബറിനടുത്തായതുകൊണ്ട് മത്സ്യവിഭവങ്ങളുടെ വൻ ശേഖരമാണ് അവിടെ ഉള്ളത്. അപ്പോൾ തുളുനാട്ടിലേക്കുള്ള ഈ യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുന്നത് KV ബൈജുവാണ് ഞങ്ങളുടെ പ്രതിനിധി. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട് മടങ്ങിയെത്താം. ദേശീയപാതയിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള തലപ്പാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. രുചികരമായ ഭക്ഷണം തേടി ആളുകൾ പല ഭാഗങ്ങളിലും പോകാറുണ്ട്. ഇവിടെ ഭക്ഷണം മാത്രമല്ല, നല്ല അന്തരീക്ഷം. ഇത് DTPCയുടെ വഴിയോരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഏറ്റവും പ്രധാനം മൂകാംബിക തീർത്ഥാടകർക്കൊക്കെ ഇവിടെ വന്ന് വിശ്രമിക്കാൻ മുറികളുണ്ട്. ഒപ്പം ഭക്ഷണങ്ങൾ, ഒരു രുചികരമായ ഭക്ഷണമുണ്ട്. മാത്രമല്ല ഇവിടെ പാർക്ക് ചെയ്യാനും കുട്ടികൾ കളിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. എന്തായാലും ഈ ഹോട്ടലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ദേശീയപാതയോരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആ ഹോട്ടലിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇതാണ് DTPCയുടെ വഴിയോരം റെസ്റ്റോറൻറ്റ്. നമുക്ക് കാണാം മുറികൾ, വിശ്രമിക്കാനുള്ള മുറികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എത്രത്തോളം സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നൊക്കെ കാണാം. ഇവിടെ 10 പേർക്ക് ഒരേ സമയം വിശ്രമിക്കാം. ഈ യാത്രയൊക്കെ പോകുന്നവർക്ക് ഇവിടെ അല്പനേരം വിശ്രമിച്ച് ഇത്തരത്തിൽ പോകാം എന്നുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേകത. എന്നാലും DTPCയുടെ കീഴിൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ കാണാം. എന്നാലും ഇതാണ് ഇതിൻ്റെ അടുക്കള. അതായത് ഈ അടുക്കളക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പൺ കിച്ചണാണ്. നമുക്ക് കൃത്യമായി ഇത്തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇവിടുന്ന് ഭക്ഷണം ഒക്കെ കഴിക്കാം. ഏറ്റവും കൂടുതൽ പ്രത്യേകത നല്ല മത്സ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ മംഗലാപുരം എത്തി. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് നിന്ന് നമുക്ക് നല്ല മത്സ്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇത് ഇവിടുത്തെ ഷെഫാണ്. അടുക്കളയൊക്കെ കൃത്യമായി കാണുന്ന രീതിയിലാണ്. ഇനി ഇതിൻ്റെ ഭക്ഷണത്തിന് ഹോള് കൂടി ഒന്ന് കാണാം. ഇത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇവിടെ നമ്മൾ ഫിഷ് ഐറ്റംസ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഫിഷ് തവ ഫ്രൈ ആണ്. ഇവിടുത്തെ തവ ഫ്രൈ മസാല ഈ ഏരിയയിൽ നന്നായിട്ട് ഓടുന്നുണ്ട്, നല്ല ഫേമസ് ആയി മാറിയിട്ടുണ്ട്. അതേപോലെ ഫിഷ് പൊള്ളിച്ചത്, പിന്നെ മീൽസ് ആണ് ഹൈലൈറ്റ്. ബിരിയാണിയും കൂടി കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. അവിടെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് പുട്ട്, കപ്പ, മീൻകറി അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ മെയിനായിട്ട്. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് തവ ഫ്രൈ തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്പെഷ്യൽ നമ്മൾ തന്നെ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു മസാലയാണ്. നമ്മുടെ ഷെഫ് ഉണ്ടാക്കിയ മസാലയാണ്. ഫിഷ് തവ ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ കൂടി കാണാം. ഇത് നല്ല അമൂറും അയിലയും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇത് ഇത്തരത്തിൽ ഫ്രൈ ചെയ്യുന്നുള്ളത്. അതോടൊപ്പം ഇവിടെ ചീഫ് ഷെഫായ ഷാജി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ സ്പെഷ്യൽ ഐറ്റം? സ്പെഷ്യൽ ഐറ്റം ഇവിടെ തവ ഫ്രൈ ഉണ്ട്, പിന്നെ ഫിഷ് മസാല, കരിമീൻ പൊള്ളിച്ചത്, ആകോലി പൊള്ളിച്ചത്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഉച്ചക്ക് എന്തൊക്കെ ഉച്ചക്ക് മീൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, മീൽസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തവ ഫ്രൈ, മെയിനായിട്ട് തവ ഫ്രൈ ആണ് കൊടുക്കുന്നത്. ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? തവ ഫ്രൈ ആണ്. എങ്ങനെ മീൻ ഇവിടുന്ന് ഫ്രഷ് മീൻ കിട്ടുന്ന സാധ്യതയാണ് എങ്ങനെയാണ്? മംഗലാപുരത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. കാലത്ത് മോർണിംഗിൽ പോകും, അങ്ങനെ പോയിട്ട് വരും. അപ്പോൾ വഴിയോരത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഫിഷ് തവ മസാല അതിൻ്റെ സീക്രട്ട് അതേപോലെ തന്നെ അവർ നിലനിർത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മൂകാംബികയിലൊക്കെ യാത്ര ചെയ്യുന്ന ആ പാതയാണ്. ദേശീയപാതയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഹോട്ടലാണ്.
കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഹോട്ടൽ തലപ്പാടി അതിർത്തിയിലാണ് ഇതുള്ളത്. ദേശീയപാത അവസാനിക്കുന്ന സ്ഥലത്താണുള്ളത്. എന്തായാലും ഇവിടെ എത്തി ഇവിടുത്തെ രുചി വിഭവങ്ങൾ അത് ഇവിടുന്ന് തന്നെ ആസ്വദിക്കുക. ഇവിടെ ഉല്ലസിക്കാൻ സ്ഥലങ്ങളുണ്ട്, അതോടൊപ്പം വിശ്രമിക്കാനും സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മറ്റൊരു രുചിക്കേട്ടുമായി വീണ്ടും കാണാം. നമസ്കാരം. അപ്പോൾ കെ വി ബൈജു ആണ് നമുക്ക് വഴിയോരത്തെ കാഴ്ചകളൊക്കെ പരിചയപ്പെടുത്തിയത്. കർണാടക അതിർത്തിയിലൂടെ തലപ്പാടിയിലൊക്കെ പോകുന്നവർക്ക്, അങ്ങനെ യാത്ര പോകുന്നവർക്ക് വലിയ പ്രയോജനപ്പെടും എന്ന് കരുതുകയാണ്. എന്തായാലും ഇപ്പോൾ മഴക്കാലമാണ്, സൂക്ഷിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുക എന്നതാണ് ആവർത്തിച്ച് പറയാനുള്ളത്. എന്തായാലും വഴിയോരത്തെ കാഴ്ചകളോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.